എല്ലാവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ രാത്രി പോവുകയാണ്, വേറെ എവിടേക്കുമല്ല, നമ്മളുടെ മാളുവിൻ്റെയും വിഭീഷണയും വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ സൽക്കാരാണ്. നമ്മളെല്ലാം മെയിൻ ആൾക്കാർ, നമ്മളുടെ കല്യാണം കഴിഞ്ഞ അമ്മും അക്കും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഓരോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കൂട്ടെ നമ്മളെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പം രാത്രിയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും അമ്മയും അച്ഛനും ഭവീച്ചിയും വികാസ് ആൻവി വസു ലാലോട്ട കൂടെ പോയി. അനീഷേട്ടൻ എൻ്റെ പിറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നായ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലയൊക്കെ കെട്ടിയത്. അപ്പോൾ അവർ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നത്, എന്താ നിങ്ങൾ ലേറ്റ് ആയെന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മളൊരു 7:30 അപ്പം നമ്മളെ വിഹാൻ മോനൊക്കെ ഇത് ഇങ്ങനെ ക്യാമറയിൽ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ട്വിൻസാണേ, വിഹാനും തെന്നലും. അപ്പോൾ അവരുടെ വീടാണിത്. ഇപ്പോൾ തെന്നലിതാ, അപ്പോൾ ദിവാരാപ്പനുണ്ട്. അപ്പോൾ ശ്രീച്ചൊക്കെ അടുക്കളയിൽ പൂരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോയി പൂരി കാര്യങ്ങളൊക്കെ എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മാളും അതിനിടയിൽ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് വന്നിട്ടുണ്ട്. ലാലോടിൻ്റെ ആപ്പൻ്റെ മോളാണ് കേട്ടോ മാളുവും കുഞ്ഞാവയും ഇവിടെ ഇല്ല, ഗൾഫിലാണുള്ളത്. അപ്പോൾ മാളു എടുത്തിട്ടുള്ള വീടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അന്നൊന്നും നമ്മൾ വീഡിയോസൊന്നും എടുക്കുന്ന സമയമായിരുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരിക്കൽ വന്ന സമയത്ത് എങ്ങനെയുള്ള വിഹാൻ്റെയും തന്നെ ബർത്ത്ഡേൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ കാണിച്ചിട്ടുണ്ടാവും ഞാൻ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് അമ്മു അക്കു അവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ് ഇവരെന്താ ലേറ്റായി എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുകയാണ്. വസുവിനും സാൻവിയില്ല, വസുവും തെന്നലും വിഹാനും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ തെന്നലിനും വിഹാനും എടുത്തതാണ്, പക്ഷേ വസുവാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഇതേ കുറേ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അങ്ങ് എടുക്കുന്നുണ്ട്, കാരണം നമ്മൾ വീട്ടുകാർ തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ്. ഈ ഒരു ചൂട് സമയത്ത് ഇതൊക്കെ കിട്ടുമ്പോൾ വല്ലാത്തൊരാശ്വാസമാണ് കേട്ടോ. പിന്നെ ലാലോടിനും അങ്ങനെയൊന്നും തണുപ്പുള്ളത് അധികം കുടിക്കില്ല, പക്ഷെ നമുക്കൊക്കെ തണുപ്പാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ലാലോടിന് ഇതൊക്കെ കൊടുത്താൽ ആദ്യം ചോദിക്കും തണുപ്പുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ തണുപ്പൊക്കെ കുടിച്ച് ശീലമാവണം, എന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുടിക്കുക. അപ്പോൾ ഈ ചൂടിന് ഇതൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഞങ്ങൾ കുടിച്ച് പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് കഥ പറയലോ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ വിഭീഷിൻ്റെ അമ്മയാണ് കേട്ടോ ഇത്. അപ്പോൾ തെന്നലിതാ ഇങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോസൊക്കെ വിഗിയാണ് കേട്ടോ എടുത്തു തരുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ സാൻവി എന്തോ ചോദിക്കുന്നുണ്ട് മാളുവിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മളുടെ ക്ഷണിച്ച ആൾക്കാരൊക്കെ അത് എത്തി കേട്ടോ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ, അവരും നമ്മളും. അപ്പോൾ അവരിതാ എത്തി. സുരേച്ചി മുന്നിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കി പിള്ളേരെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഭവീച്ചി ഉള്ളിൽ പോയിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ തെന്നലിത് ഹായ് പറയാൻ പറഞ്ഞിട്ട് വേഗം ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് 2 വയസ്സായിട്ടില്ല. അപ്പോൾ ഉമ്മ കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ ദേ ഉമ്മയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ജ്യൂസ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവർ കമൻ്റ് അടിക്കുന്നുണ്ട്, അശ്വതി ഇങ്ങനെ പോയിട്ടില്ലല്ലോ എന്നുള്ളത്. ഇല്ല, ഞാനിങ്ങനെ പോയിട്ടില്ല, ഞാൻ ആരുടെ മുന്നിലും ഇങ്ങനെ പോയിട്ടില്ല. അപ്പോൾ സുരേച്ചി വേണ്ടാന്ന് പറഞ്ഞ് ബാക്കി ആരൊക്കെയോ എടുക്കുന്നുണ്ട്. ഇല്ല, പിള്ളേർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നൊന്ന് സുരേച്ചി മുന്നിൽ വന്നതുകൊണ്ട്. പക്ഷേ ഞാൻ എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ അപ്പോഴത്തേക്കും നമ്മളുടെ വിരുന്നുകാരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരെയും കയറിയിരുത്തി. അപ്പോൾ ഇതാ നമ്മുടെ അക്കുണ്ട്, അക്കുവിൻ്റെ വൈഫാണിത് അനുശ്രീ. പിന്നെ ഇതേ അമ്മുണ്ട്, അമ്മുൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അമ്മ പോണ്ടിച്ചേരിയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് എല്ലാവരും കൂടെ വിരുന്നിന് വിളിച്ചതാണ് കേട്ടോ. കാരണം അവൾ നാട്ടിലുള്ള സമയത്തല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ ഐറ്റംസും ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിക കുറേ നേരം തെന്നലിനെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം തെന്നൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ ലൈറ്റ് കത്തുന്ന കാണുമ്പോൾ. അപ്പോൾ അവിടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട്, ദിയാര, വിഭീഷിൻ്റെ ആപ്പൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ. ഓളും ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഈ റൂമിൽ AC ഉള്ളത് കൊണ്ട് എല്ലാവരും ഈ റൂമിൽ അടയിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വസു ഈ വണ്ടീൻ്റെ മുകളിൽ പോയ സമയം മുതൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓൻ്റെ വണ്ടി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഓൻ അത്ര വേണ്ട. അപ്പോൾ അതിൻ്റെ മുകളിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് വസു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കവർ കണ്ടില്ലേ, അത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓല് തന്നതാണ്. കുറച്ച് പൊറോട്ടയും ചിക്കൻ കറിയും. പിറ്റേ ദിവസം രാവിലെ ചൂടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ വിഭീഷ് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു, കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ തിരിച്ചിങ്ങോട്ട്
ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ്. നാളെ നമ്മളുടെ വീട്ടിലേക്കാണ് കേട്ടോ ഇവരെല്ലാവരും കൂടെ വരാൻ പോകുന്നത്. കാരണം നാളെ നമ്മളുടെ വീട്ടിലാണ് സൽക്കാരം ഉള്ളത്. അപ്പം രാത്രി ഒരു 10 മണിയോടടുത്തിട്ടുണ്ട് ഏകദേശം. അപ്പോൾ എല്ലാവരും ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ പോവാൻ നോക്കുകയാണ്. അപ്പോൾ ശരി, ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ ശരി, ലൈക്ക് ആൻഡ് കമന്റ്. അതെ, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.